ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ ഫാമിലി മീഡിയ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ തിരുവിലാമല പൂരാണ് ഗൈസ്. പൂരത്തിന്റെ തലേ ദിവസവും അടിപൊളിയാണ്. ശ്രീജിത്തേട്ടനും ലാലുചേട്ടനും ആറുട്ടനൊക്കെ സെയിം ഡ്രസ് കോഡാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് വൈകുന്നേരം ആയപ്പോ ഞങ്ങൾ ഇറങ്ങിയിട്ടാ. പൂരപ്പന്തലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എത്ര 3 ഉണ്ടായിരുന്നു കേട്ടോ പൂരപ്പന്തൽ അടുപ്പിച്ചടുപ്പിച്ച്. ഓരോ പൂരപ്പന്തല് ഓരോരോ ഡിസൈനാട്ടാ, വ്യത്യസ്ത നിറത്തിലൊക്കെ ഉള്ളത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും അച്ഛനും ചേച്ചി ഐശ്വര്യേച്ചി ശ്രീചേട്ടൻ അങ്ങനെ കുറച്ച് പേരെ കൂടിയിട്ട് ഞങ്ങള് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി. അമ്മയും വല്യമ്മൊക്കെ വല്യച്ഛന്റെ കടയിലിരുന്നു കേട്ടാ. അങ്ങനെ രാകേഷ് ഞങ്ങൾ നടന്ന് പന്തലിന്റെ താഴെത്തിപ്പതാ തിറകളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടാ. ആരുട്ടനൊക്കെ ഈ കൊട്ടിന്റെ പാട്ടൊക്കെ കേട്ടിട്ട് തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ സെൽഫി വീഡിയോ എടുക്കാണ് ഗൈസ്. ലാലുചേട്ടൻ അവിടെ നിന്നിട്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. ശ്രീജിത്തേട്ടനൊക്കെ അവിടെ എന്താ കാണിക്കുന്നുണ്ട് കേട്ടോ. ഐശ്വര്യേച്ചിയൊക്കെ ഉണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു വന്നിട്ട് തിരിച്ചു വന്നു. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടാ. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങള് പൂതനെ കാണുന്നത്. ഇതാണ് പൂതം കളി. അങ്ങനെ ഞങ്ങൾ വന്ന് തിറയുടെ വേറെ ഒരു വേഷത്തിന്റെ ടീം ഉണ്ടായിരുന്നു. അവിടെ LED ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. അവരുടെ രൂപത്തിന്റെ ഒരു മേലെ അവര് താഴെ റെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് എണീറ്റ കളിയാണ് കേട്ടാ. അങ്ങനെ ഞങ്ങളൊക്കെ വില്ലച്ചന്റെ കടയിലിരുന്നു കേട്ടാ. അച്ഛനും ഇവരൊക്കെ കൂടിയിട്ട് പരിപാടികൾ കാണാൻ വേണ്ടി പോവാണ്. ആരുട്ടനാണെങ്കിൽ കൊട്ട് കേട്ടിട്ട് നിൽക്കാനേ പറ്റില്ല, തുള്ളിച്ചാടിയാണ് കേട്ടാ നടക്കണ്ടായിരുന്നെ. ഇത് ഓരോരോ ടീമിന്റെ പരിപാടികളാണ് കേട്ടാ. ഇത് വേറൊരു ടീമിന്റെ പരിപാടിയാണ്. ഗൈസ് ആരുട്ടൻ തുള്ളിച്ചാടുന്നു. അങ്ങനെ ഗൈസ് പന്തലിന്റെ അവിടെയായിട്ട് എല്ലാരും കൂടെ കൂടി തുള്ളാണ് കേട്ടാ. ഇത് മലവട്ടം ടീമാണ് കേട്ടാ. പിന്നെ DJ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ മേലെ ഒരാളെ യുണൈറ്റഡ് മലവട്ടം എന്നൊക്കെ എഴുതിയിട്ട് ബോർഡൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ കത്തുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി ചേച്ചി ജോലിയൊക്കെ വിട്ട് വന്ന് അങ്ങനെ ആ ടീമുകാർ നടന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വിളിച്ചുവിട്ടാ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. ശ്രീജിത്തായിട്ട് അവിടെ നിന്ന് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവരാരും കളിക്കണുണ്ടായിരുന്നില്ല കേട്ടാ. ഞങ്ങളിവിടെ ഡാൻസ് ഒക്കെ നോക്കി നിന്നു. ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പോന്നു കേട്ടോ. പൂരപ്പന്തലിൽ ഓരോ സമയത്ത് പല പല ഡിസൈനാണ്. ഞങ്ങള് വല്യച്ഛന്റെ കടയിൽ നിന്നിട്ടാണ് കാണണ്ടായിരുന്നെ. അവിടെ നിന്ന് നന്നായിട്ട് കാണാനൊക്കെ പറ്റും. ഞങ്ങള് വല്യച്ഛന്റെ കടയിൽ നിന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു ഐറ്റം സ്മോക്ക് ബബിളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും ആ ബബിൾസ് പൊട്ടിക്കാൻ നോക്കാണ്. പിന്നെ വേറൊരു ഐറ്റം ബൊമ്മകൾ വന്നുട്ടാ. ഒരു പട്ടി ഹസ്കിയും പിന്നെ ഒരു മുയലുണ്ടായിരുന്നു. പിന്നെ ഒരു ഗോറില ഉണ്ടായിരുന്നു. ആ ഗോറിലയുടെ കാറ്റ് പോയിക്കേട്ടാ. കാറ്റ് നിറയ്ക്കാണ് ആ ഗോറിലേക്ക്. മുയല് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. എല്ലാവരുടെ കൂടെ സെൽഫി ഒക്കെ എടുക്കാനായിട്ട് നിന്നു. അങ്ങനെ ആ ഗോറില പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന്. ഇതേപോലത്തെ ഒരു ഗൊറില്ല ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു. മണ്ണലാർക്കാവ് വേലയ്ക്ക് 2 ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിനൊക്കെ കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മുയൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. ആൾക്കാർ നിൽക്കുന്ന അടുത്തേക്കൊക്കെ ഈ മുയൽ ഓടിച്ചെന്നിട്ട് അപ്പോൾ ഞങ്ങൾ ആ മുയലിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഗൈസ് വേറൊരു വെറൈറ്റി വേഷമാണ് കേട്ടോ, ലൈറ്റൊക്കെ വെച്ചിട്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു. കൂടെ കാളെ കൊണ്ടുപോകണ്ടായിരുന്നു കേട്ടോ.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വേഷം കെട്ടിയിട്ടൊക്കെ വന്നിരിക്കുന്ന, മേക്കപ്പൊക്കെ ചെയ്തിട്ട്. അവർ കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ പോയി. ഞാൻ ഇവിടെ ബോറടിച്ചിട്ടിരിക്കുകയാണ് കേട്ടാ. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പൂരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാറപ്പുറത്തേക്കാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് ഈസി വേ ആണ് കേട്ടോ. അപ്പോൾ ദാ ഞങ്ങൾ പാറപ്പുറത്ത് കൂടെയാണ് കേട്ടോ അങ്ങോട്ട് പോണത്. കഴിഞ്ഞ പ്രാവശ്യം പൂരത്തിന് ഞങ്ങൾ ഈ പാറപ്പുറത്ത് ഇരുന്നിട്ടാണ് വെടിക്കെട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ചെണ്ടമേളത്തിൻ്റെ അതിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റോഡിലേക്ക് നടന്നു. റോഡിൻ്റെ 2 സൈഡിലും കടകളുണ്ടായിരുന്നു കേട്ടോ. കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ നടന്നതാ ആനയുടെ അടുത്ത് എത്തിയിട്ടാ. പക്ഷെ ആന അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കണേ. ഇപ്പോൾ പൂരപ്പറമ്പിൻ്റെ ആ സൈഡിലൊക്കെ വേറെയും കുറേ രൂപങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാളയുടെ ഒക്കെ എന്തൊക്കെയോ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ആന നിൽക്കുന്ന അടുത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ആനയുടെ അവിടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. 2 സൈഡിലും ഇങ്ങനെ ആനകളുണ്ട് കേട്ടോ. അങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് നിൽക്കണത്. ഈ ആനകളുടെ ഇടയിൽ കുറേ പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, ചൂടൊക്കെ ഉണ്ടായിരുന്നു, വയർത്ത് കുളിക്കായിരുന്നു. ഞങ്ങൾ ആനയുടെ കുറച്ച് അടുത്തായിട്ട് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ആനേനെ അടുത്ത് പോയി കാണാൻ വേണ്ടിയിട്ട് അടുത്ത് പോയി നിൽക്കുകയാണ്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് ഓരോ സൈഡിൽ തന്നെ കുറേ പല വെറൈറ്റിയിലുള്ള കുടകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ തണലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ആരുട്ടൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആരുട്ടൻ്റെ അടുത്ത് സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞപ്പോൾ ആരുട്ടൻ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. താളത്തിനും അനുസരിച്ചിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വല്യച്ഛൻ വേറൊരു തൊപ്പിയും കൂടെ തന്നു കേട്ടോ. അപ്പോൾ 2 തൊപ്പി ആയില്ലേ. അപ്പം ഞാനും ചേച്ചിയും കൂടെ തൊപ്പി ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ആരുട്ടനെയും വിളിച്ചു, പക്ഷെ ആരുട്ടൻ മൈൻഡ് ചെയ്യണില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഐസ്ക്രീം കഴിക്കുകയാണ്. ഓറിയോൻ്റെ ഫ്ലേവറാണ് കേട്ടോ. കോൺ ടോപ്പാണ് ഞങ്ങൾ കഴിച്ചത്. എല്ലാവരും ഉണ്ട്. ഞാൻ, അച്ഛൻ, ചേച്ചി, അമ്മ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കുകയാണ് ഐസ്ക്രീം. പിന്നെ ശ്രീജിത്തേട്ടനൊക്കെ അവിടെയും വല്യമ്മമാരൊക്കെ മരത്തിൻ്റെ ചുവട്ടിലാട്ടാ. ശ്രീജിത്തേട്ടൻ ഐസ്ക്രീം കഴിക്കണതിൻ്റെ വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് കേട്ടോ. മറ്റേ വീടായിരിക്കും അതായില്ല. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരൊന്ന് സർക്കസ് കാണിക്കുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. തലകുത്തി മറിയലും ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം കൊട്ടണുണ്ടായിരുന്നു കേട്ടാ. തലകുത്തി നടക്കുന്നു ഗൈസ്. ഈ ഒരു റിങ്ങിൽ 2 പേരെയും കൊണ്ട് ഒളിപ്പിക്കാട്ടാ. റിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഫുള്ളായി കിടക്കാൻ നോക്കാണ്. എത്ര പാടുള്ള കാര്യം, ഒരു ഈസി ആയിട്ടാട്ടാ ചെയ്തത്. അടുത്തതാ മോസ്റ്റ് ഡേഞ്ചറസ്, തീ കൂടെ ചാടാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. പോകുമ്പോൾ സൺസെറ്റ് ഒക്കെ കാണായിരുന്നു. ഓറഞ്ച് കളറുള്ള സൂര്യൻ. അപ്പം ഞങ്ങൾ വൈകുന്നേരം വരാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം വെടിക്കെട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ല ഗൈസ്. വെടിക്കെട്ട് ക്യാൻസൽഡ്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ പടക്കം പൊട്ടിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാ ഒരു ആകാശത്ത് പോയി പൊട്ടണ അമിട്ടാണ് പൊട്ടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർച്ചെ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ട്, ആ ചേച്ചിക്ക് കോളേജുള്ള കാരണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.